ഇന്നും രണ്ട് ഫ്രോൺസ് ഉണ്ട്. ദേ ഇവിടെ ഒരു ഗ്രാൻഡ് വിത്താറ ഉണ്ട്, ഒരു സ്വിഫ്റ്റ്, അപ്പുറത്തൊരു ഇന്നോവ എടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഫ്രോൺസിൽ ഇത് പറവൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ ഇന്നലെ റിയർ എ സി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നോർമലായിട്ട് ആംറസ്റ്റ് വെക്കാൻ വന്ന വണ്ടിയാണ്. നമ്മൾ റിയർ എ സി ആക്ടിവേഷൻ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു സ്പോയിലർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്, സ്പോട്ടി സ്പോയിലർ കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ബാറ്റ്മാൻ മിറർ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓട്ടോ ഫോൾഡിങ് ഇല്ലാത്ത വണ്ടിയാണ്. ഫോൾഡിങ് ടൈപ്പ് മിറർ ഉണ്ട്, അതിൽ ഓട്ടോ ഫോൾഡിങ് ചെയ്തു. ഒപ്പം തന്നെ ഇതിൽ നമ്മൾ ആ ഒരു സ്പോട്ടി ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു സ്പ്ലിറ്ററും കൂടി ചെയ്തിട്ടുണ്ട്, 3 പീസ് കേട്ടോ. ഓൾറെഡി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ റെക്കോർഡിംഗ് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു DVR ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വരുന്നത് ഈ ഒരു വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേറെ വയർ കട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഫ്യൂസ് കണക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു. ഇതേപോലത്തെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റും അതേപോലെ തന്നെ നമുക്ക് കീയോണില് മിറർ ഫോൾഡിങ്ങും അൺഫോൾഡ് ആക്കണ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ കീന്നറിക്ക് കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് മിറർ ഫോൾഡ് ആവണ ഫംഗ്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കീ ഓണിലല്ല വേണ്ടത്. വണ്ടി നമ്മൾ ലോക്ക് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പ് എൻഡിൽ എല്ലാ വണ്ടിക്കും വരുന്ന പോലെയാണ് വേണ്ടത്. അപ്പം അതേ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പ്രോപ്പറായിട്ട് വരുന്ന സിസ്റ്റമാണ്, യൂണിറ്റാണ്. ഇതിനായിട്ട് വേണ്ട യൂണിറ്റാണ്. നമുക്ക് ഈ ഒരു സംഭവം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോറിൽ നിന്നുള്ള കണക്ഷനിൽ ആ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്യാം. പക്ഷെ അതിനകത്ത് നല്ലത് നമ്മൾ ഈ ഒരു ഫ്രോൺസിന്റെ കമ്പനി വയറിംഗ് ടച്ച് വരുത്താണ് നമ്മൾ വയറിംഗ് ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇതേ വേറൊരു നമ്മളെ ഫ്രോൺസ് വന്നിട്ടുണ്ട്, ചേർത്തലയെന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന് റിയർ എ സി ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആംറസ്റ്റിന്റെ ആ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നെ ആ ഡാഷ്ബോർഡിന്റെ മേൾ വശവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അടിവശം കാര്യങ്ങളൊക്കെ അയച്ചെടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഓട്ടോ ഫോൾഡിങ് ചെയ്യാനുണ്ട്, സീറ്റ് ചെയ്യാനുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്, സീറ്റ് കവേഴ്സ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കമ്പനി സിസ്റ്റം ആയിരുന്നു, കമ്പനി സിസ്റ്റത്തിൽ നമുക്ക് ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് ഷോറൂമിൽ ചെയ്യുന്ന പണിയാണ്. അതും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളെ പൊന്നാനിന്ന് വന്നിട്ടുള്ള ഗ്രാൻഡ് വിത്താറ അതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ വർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് വന്ന വണ്ടിയാണ്. നാളെ ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ. മിറർ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമ്മളെ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും ക്യാമറ വേണം. സ്റ്റീരിയോ ഓൾറെഡി നമ്മൾ സ്റ്റീരിയോയുടെ ആ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ അയച്ച് 360യുടെ ആ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 വണ്ടിയുടെയും സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരം എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. ഒരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. സ്വിഫ്റ്റിന് ആംബിയൻസ് ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റീറിംഗ് നമ്മൾ ഇത് ടൈപ്പ് 2 സ്വിഫ്റ്റ് ആണ്. 2011-12 കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ട് ഒരു 17 വരെ ഈ ഒരു വണ്ടി ടൈപ്പ് 2 സ്വിഫ്റ്റ് അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ മാറ്റാൻ പറ്റുന്ന സ്റ്റീറിംഗ് നമ്മൾ ചെയ്യാൻ പോണേ. ഇതിന്റെ ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റീറിംഗ് കേട്ടോ. അതാണ് ഈ വണ്ടിക്ക് വൃത്തി. ZXi പ്ലസിൽ ZXiലൊക്കെ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ട് പോണത്. അതോടൊപ്പം തന്നെ ഇതിൽ ബ്ലോക്കിങ്ങിന് ഒരു സ്റ്റീരിയോ ഉണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. സീറ്റൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തൊരു വണ്ടിയാണ്. പൈനിയറിന്റെ കോമൺ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. സബ് ഊഫർ കൂടെ ചെയ്യാണ്ട്. സബ് ഊഫർ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നാളെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതിന്റെയൊക്കെ ഞാൻ പറഞ്ഞു ഈ 3 വണ്ടിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായിട്ട് നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഓരോരോ റീലായിട്ട് ഇട്ട് കാണിക്കാം. ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ഏതൊക്കെ വണ്ടികളാണ് എന്തൊക്കെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്നൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനുള്ള ഒരു വീഡിയോ കരുതിയാൽ മതി. അപ്പൊ അത്രയ്ക്കുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആണ്.